മറ്റൊരു വാർത്തയിലേക്ക് കൊച്ചിയിൽ 16-കാരൻ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കടുത്ത നടപടിയെടുക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. 16-കാരന് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും RC ഓണർ വഹിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നവമി വിവരങ്ങളുമായി ചേർന്നു. നവമി, 16 വയസ്സേ ഉള്ളൂ. 18 പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഇത്തരത്തിൽ വാഹനം കുട്ടികൾക്ക് നൽകരുത്, നിരത്തിലേക്ക് ഇറക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എപ്പോഴും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. എന്തായാലും കടുത്ത നടപടി എടുത്തു മോട്ടോർ വാഹന വകുപ്പ്, അല്ലേ? അതെ, സ്വാഭാവികമായും കുട്ടിയുടെ അച്ഛന് തന്നെയാണ് ഇതിന്റെ ഒരു പിഴ വരുന്നത്. കാരണം 16 വയസ്സുകാരനാണ്, ലൈസൻസ് ലഭിച്ചിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായും മാതാപിതാക്കൾക്കാണ് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കുമെന്നാണ്. ഈ ക്രിസ്റ്റ ഇന്നോവ കറുത്ത ഒരു കാറായിരുന്നു അത്. അതിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 16-കാരന് 25 വയസ്സ് തികയാതെ ലൈസൻസ് എടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകിയിരിക്കുന്നത്. ഇത് കലൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഷീദാണ് ഈ വാഹനത്തിന്റെ ഓണർ, അതായത് 16-കാരന്റെ പിതാവ്. ഈ പിതാവ് ഇന്നലെ പോലീസിൽ പറഞ്ഞത് തന്റെ അറിവോടുകൂടി അല്ല മകൻ ഈ വാഹനം എടുത്തുകൊണ്ട് പോയതെന്നാണ്. കാരണം വീട്ടിൽ വാഹനം ഇടാൻ സൗകര്യമില്ലാത്തതിനാൽ മറ്റൊരിടത്തേക്കാണ് ഇട്ടിരുന്നത്. അവിടെ നിന്നാണ് തന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ കുടുംബം അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ സുഹൃത്തുക്കളെയും കൂട്ടി 16-കാരൻ രാവിലെ ചെറായി ബീച്ച് കാണാൻ പോയതാണ്. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്കാണ് ആദ്യം ഒരു ബസ്സിനിടിക്കുന്നു. അതോടുകൂടിയാണ് ഈ കുട്ടിയുടെ നിയന്ത്രണം വിട്ടത്. പിന്നീട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നാട്ടുകാർ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പല വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിക്കുന്നു. ഒപ്പം ഈ വയോധികയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ആ വയോധികയുടെ ചികിത്സാ ചിലവ് കൂടി ഈ കുടുംബം വഹിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇന്നലെ പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള തങ്ങളുടെ അറിവോടെ അല്ല എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ കൂടിയും അത് അവരുടെ മാത്രം തെറ്റാണ്. ഈ 16 വയസ്സുകാരനോട് വാഹനം എടുക്കരുത്, അല്ലെങ്കിൽ 16 വയസ്സുകാരൻ കാർ ഓടിക്കണമെങ്കിൽ അവന് മുൻപും കാർ ഓടിച്ചിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണമല്ലോ. അതിന് മാതാപിതാക്കൾ വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥയും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ മുന്നറിയിപ്പ് കൂടി തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം നൽകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടവും അതിന് ഉണ്ടാകുന്ന പിന്നീട് അത് ഏത് വിധത്തിലാണ് മാതാപിതാക്കളെ ഇത് ബാധിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. നവമി ദിനേശാണ് വിശദ വിവരങ്ങൾ നൽകിയത്.